ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെയധികം വിജയസാധ്യതയുള്ള 50 ബിസിനസ്സുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുള്ളതാണ്. ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. നിങ്ങൾക്ക് അതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ബിസിനസ് ഐഡിയ ചൂസ് ചെയ്ത് കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച് ഒരു ബിസിനസ് തുടങ്ങാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 ബിസിനസ്സുകളെ കുറിച്ചാണ്, അതും ചെറുകിട ബിസിനസ്സുകൾ. ഒന്നാമത്തെ സംരംഭം ലോണ്ടറി ഹബ്. ഈ ഒരു സംരംഭത്തെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു, ലോണ്ടറി ബിസിനസിനെ കുറിച്ച്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് വളരെ വിപുലമായ രീതിയിൽ മെഷീനറീസ് ഒക്കെ വെച്ച്, തൊഴിലാളികളെയൊക്കെ വെച്ച് നമ്മുടെ നഗരപ്രദേശങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ ലോണ്ടറി തുടങ്ങുന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതിന്റെ വളരെ ചെറിയൊരു വേർഷൻ, നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലോണ്ടറി ഹബ്. സാധാരണ ഒരു ലോണ്ടറി ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, അവരുടെ ഒരു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾ, അതുപോലെ വലിയ ഹോസ്റ്റലുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ബെഡ്ഷീറ്റ്സും ബൾക്കായിട്ടുള്ള തുണികളായിരിക്കും അവിടെ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരിക. എന്നാൽ നമ്മുടെ ലോണ്ടറി ഹബിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതായത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിൽ അവർക്ക് സമയമില്ലാതെ വരുമ്പോൾ ഇങ്ങനെയൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള 1-2 ആൾക്കാരെയോ 1-2 ചേച്ചിമാരെയോ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മുടെ സ്ഥാപനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒരു ഷെഡിലോ ഒക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഫ്ലെക്സുകൾ സ്ഥാപിച്ചുകൊണ്ടും നവമാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ടും നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെയൊക്കെ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സംരംഭം തുടങ്ങാൻ നമുക്ക് എത്ര മുതൽ മുടക്കുണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ അത്യാവശ്യമാണ്. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ പറ്റില്ല, ഒരു ഹെവി ഡ്യൂട്ടി വാഷിംഗ് മെഷീൻ തന്നെ വേണം. അതിനോടനുബന്ധിച്ചുള്ള സ്പിന്നർ കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് ഏകദേശം 1,75,000 രൂപയോളം ചിലവാകുന്നുണ്ടെന്ന് കരുതിക്കോളൂ. അതേപോലെ നമുക്ക് പിന്നീട് വേണ്ടത് അയൺ ബോക്സ് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള അയൺ ബോക്സും ആവശ്യമുണ്ട്. ബാക്കിയുള്ള അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഷെഡ്, അതിൻ്റെ കറണ്ട് കാര്യങ്ങളെല്ലാം കൂടി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് ചിലവാകും. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര രൂപ ചിലവാകും എന്ന് നോക്കാം. നമ്മളൊരു 100 വസ്ത്രം ഒരു ദിവസം അലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവ് വരുന്നത് നമ്മുടെ തൊഴിലാളികൾക്കായിട്ട് ഒരു 1,650 രൂപയോളം അവരുടെ ശമ്പള ഇനത്തിൽ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കറണ്ട് ചാർജ്, ബാക്കിയുള്ള സോപ്പ്, ഉപയോഗിക്കേണ്ട സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു 250 രൂപ, മറ്റ് ചിലവുകളെല്ലാം കൂടി ഒരു 100 രൂപ കൂട്ടിക്കോളൂ. അങ്ങനെ ഏകദേശം 2,000 രൂപയാണ് ഒരു ദിവസം നമ്മുടെ ചിലവ് വരുന്നത്. 100 വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുമ്പോൾ ഒരു വസ്ത്രത്തിൽ നിന്ന് 50 രൂപ വീതം നമുക്ക് കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കാൻ സാധിക്കും. അതായത് ഒരു വസ്ത്രം അലക്കി തേച്ച് കൊടുക്കുമ്പോൾ 50 രൂപയാണ് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും ഈടാക്കുന്ന തുക. അങ്ങനെ 100 വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുമ്പോഴോ 5,000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ 2,000 രൂപ ചിലവ് കഴിച്ച് ബാക്കി 3,000 രൂപ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. പറഞ്ഞത് 100 വസ്ത്രത്തിന്റെ കണക്കാണ്. ചില ദിവസങ്ങളിൽ അത് കൂടുതലാവാം, ചിലപ്പോൾ കുറവാകാം. അപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ വരവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ മൈക്രോ ലോണ്ടറി ഹബ് എന്ന് പറയുന്ന ഈ ബിസിനസ്സിലൂടെ ഒരു മാസം 40,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. ഇനി എന്തൊക്കെ ലൈസൻസുകളാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായി വരുന്നത്? K-Swift, ഉദ്യം രജിസ്ട്രേഷൻ, ഈ 2 ലൈസൻസുകൾ മാത്രമേ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായി വരുന്നുള്ളൂ. ഈ ലൈസൻസുകളെല്ലാം നമ്മുടെ അടുത്തുള്ള വ്യവസായ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി തരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്താൽ മതി. നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ലൈസൻസും അവർ തന്നെ റെഡിയാക്കി നമുക്ക് തരും. ഇനി രണ്ടാമത്തെ ബിസിനസ് എന്താണെന്ന് നോക്കാം. നാനോ ഓയിൽ ഹബ്, ശുദ്ധമായ ഭക്ഷ്യ എണ്ണ നിർമ്മാണമാണ് ഈ ബിസിനസ്. നമുക്ക് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെല്ലാം 99% മായം ചേർന്നാണ് വരുന്നതെന്ന് നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകളിലൊക്കെ കേൾക്കാറുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ എല്ലാവരും അത് തേടി നടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ശുദ്ധമായ ഭക്ഷ്യ എണ്ണ നിർമ്മിച്ച് നമ്മൾ നൽകുകയാണെങ്കിൽ അതിന് വിപണന സാധ്യത ഏറെയാണ്. വെളിച്ചെണ്ണ മാത്രമല്ല കേട്ടോ, ബാക്കിയെല്ലാം നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ ആയാലും കടലെണ്ണയായാലും എള്ളെണ്ണയായാലും ഒക്കെ ഇതേപോലെ ഈ ഒരു സംരംഭത്തിലൂടെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ നിർമ്മിക്കുന്ന എണ്ണ ഡയറക്റ്റ് ആയിട്ട് വീടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ വിപണനം ചെയ്യേണ്ടത്.
അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളെ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ വിപണനം നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്നും ആരംഭിക്കുന്ന ഈ ഒരു ബിസിനസ് നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവിടെ നിന്നും കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ തലങ്ങളിലേക്ക് എത്തി പിന്നീട് ഒരു ബ്രാൻഡ് ഒക്കെ ആക്കി അങ്ങനെ വളരുന്ന രീതിയിൽ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ആരംഭിക്കുക. ഈ സംരംഭം തുടങ്ങാൻ ആവശ്യമായ ചെലവുകൾ എന്തൊക്കെയാണ്? ഒരു കൊപ്ര ക്രഷർ വേണം, അതുപോലെ മൈക്രോ ഓയിൽ മില്ല് വേണം. കൊപ്ര ക്രഷറിന് ഏകദേശം 40,000 രൂപയും മൈക്രോ ഓയിൽ മില്ലിന് 1,60,000 രൂപയുമാണ് ചെലവാകുക. ബാക്കിയുള്ള അനുബന്ധ ചെലവുകളെല്ലാം കൂടി ഒരു 10,000 കൂട്ടിക്കോളൂ. അങ്ങനെ വന്നാലും 2,10,000 രൂപയാണ് ആകെ ചിലവ് വരുന്നത്. നമുക്ക് ഒരു 100 കിലോ കൊപ്ര എടുക്കുന്നുണ്ടെന്ന് വെച്ചോളൂ ഒരു ദിവസം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 100 കിലോ കൊപ്രയിൽ നിന്ന് നമുക്ക് 70 ലിറ്റർ എണ്ണ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കൊപ്രയുടെ വില എന്ന് പറയുന്നത് 110 രൂപ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 കിലോ കൊപ്രയ്ക്കുള്ള വില, അതുപോലെ അതിൻ്റെ ബോട്ടില്, ബാക്കി കറണ്ട് ചാർജ് കാര്യങ്ങളെല്ലാം കൂടി ഒരു 11,500 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. 220 രൂപയാണ് 1 ലിറ്റർ എണ്ണ. അങ്ങനെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം 3,000-3,500 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഈ സംരംഭത്തിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും ദിവസവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 40,000 മുതൽ 1,00,000 രൂപ വരെ മാസം ഏൺ ചെയ്യാൻ സാധിക്കും. ഈ സംരംഭത്തിന് വേണ്ട ലൈസൻസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊരു ഭക്ഷ്യ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഫുഡ് ലൈസൻസ് അത്യാവശ്യമാണ്. അതേപോലെ ഉദ്യം രജിസ്ട്രേഷനും ആവശ്യമാണ്. പഞ്ചായത്ത് ലൈസൻസും തീർച്ചയായും വേണം. നമ്മൾ ഇന്ന് സംസാരിച്ച 2 സംരംഭങ്ങളും ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകത തന്നെയാണ്. അപ്പോൾ ഈ 2 സംരംഭങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങിക്കോളൂ. തീർച്ചയായിട്ടും വിജയിക്കും. പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച്.